കടമുള്ളവർ അഥവാ കടം കൊടുക്കാനുണ്ട്, അവർ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം കടം വീട്ടാനുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് കൊടുക്കാനുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ സക്കാത്തിന് അർഹതപ്പെട്ട പണമുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ കയ്യിൽ അതിനനുസരിച്ചുള്ള പണമില്ല, അവർ കടം വീട്ടിയിട്ടുണ്ട്. അങ്ങനെ വീട്ടിയപ്പോൾ അവരുടെ കയ്യിൽ പണമില്ലാതെയായി. ഇത്തരമൊരു സാഹചര്യമാണെങ്കിൽ അവർ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. എന്നാൽ ഒരാളുടെ കയ്യിൽ ഒരു നിശ്ചിത ധനം, അത് സ്വർണമായിട്ടോ വെള്ളിയായിട്ടോ കറൻസി ആയിട്ടോ അവരുടെ കയ്യിലുണ്ട്, കടം വീട്ടാൻ അത് അവർ ഉപയോഗപ്പെടുത്തിയിട്ടുമില്ല, ഒരു ഹൗല് തികഞ്ഞു, സക്കാത്തിൻ്റെ സമയമായി, അപ്പോൾ എനിക്ക് കടമുണ്ട് എന്നതിൻ്റെ പേരിൽ സക്കാത്ത് കൊടുക്കാതിരിക്കാൻ പാടുണ്ടോ? അത് പാടില്ലാത്തതാണ്. അവർ സക്കാത്ത് കൊടുക്കണം. അവർക്ക് കടമുണ്ട്, അത് വീട്ടാനുള്ള സമയം മറ്റ് സന്ദർഭങ്ങളാണെങ്കിൽ, ഇവരുടെ കയ്യിലുള്ള ഈ പണം ഒരു ഹൗല് തികഞ്ഞതാണെങ്കിൽ അവർ അതിൽ നിന്ന് സക്കാത്ത് കൊടുത്തേ മതിയാകൂ. ഇല്ല എങ്കിൽ അവർ നേരത്തെ തന്നെ കടം അതിൽ നിന്ന് കൊടുക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ പല ആളുകളും അവരുടെ കയ്യിൽ പണമുണ്ട്, അതിൽ ഹൗല് തികഞ്ഞിട്ടുണ്ട്, പക്ഷേ ആർക്കോ എപ്പോഴോ വീട്ടാൻ എനിക്ക് പൈസ കൊടുക്കാനുണ്ടല്ലോ എന്നതിൻ്റെ പേരിൽ സക്കാത്ത് കൊടുക്കാതിരിക്കൽ തെറ്റായ കാര്യമാണ്. അതുകൊണ്ട് അവർ സക്കാത്ത് കൊടുക്കണം. മറിച്ച് കടമുള്ളവർ ചെയ്യേണ്ടത് എന്താണ്? അവർ വളരെ പെട്ടെന്ന് ആ കടം വീട്ടുകയാണ് വേണ്ടത്. ഇതിനോട് സമാനമായി പറയാനുള്ളത്, കച്ചവടക്കാരായ ആളുകൾ, അവരുടെ കച്ചവട വസ്തുക്കൾ അവിടെ ഉണ്ടാകും, അവർ പലർക്കും പൈസ കൊടുക്കാനുണ്ടാകും, അത് ശരിയാണ്. പക്ഷേ ഈ കച്ചവട വസ്തുക്കളുടെ മേൽ ഒരു ഹൗല് തികഞ്ഞാൽ, ഒരു വർഷം തികഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ സ്റ്റോക്ക് എടുത്ത് എത്രയാണോ ഉള്ളത് അതിൻ്റെ 2.5% അവർ സക്കാത്ത് കൊടുക്കണം. അവർ കൊടുക്കാനുണ്ട്, അതല്ലെങ്കിൽ പണം കിട്ടാനുണ്ട് എന്നുള്ളത് ഒരു വിഷയമല്ല. അവരുടെ കയ്യിൽ അറ്റ് ദി പ്രസൻറ്റിൽ പണമില്ലെങ്കിൽ അവർ ആ കണക്കെങ്കിലും അവിടെ എഴുതി വെച്ചിട്ട് പിന്നീട് വീട്ടണം. കൊടുക്കാനുണ്ട് കിട്ടാനുണ്ട് എന്നുള്ളത് ഒരിക്കലും സക്കാത്ത് കൊടുക്കാതിരിക്കാനുള്ള ന്യായമല്ല എന്ന് മനസ്സിലാക്കുക. കൈകളിൽ തീരെ കൊടുക്കാനില്ലെങ്കിൽ അവർക്കത് എഴുതി വെക്കാം, എന്നിട്ട് അവരെന്ത് ചെയ്യട്ടെ, അത് വീടേണ്ടതുണ്ട്. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് കടമുണ്ട് എന്നതുകൊണ്ട് സക്കാത്ത് കൊടുക്കാതിരിക്കുക എന്നൊന്നില്ല. കടം വീട്ടിയപ്പോൾ പണം കയ്യിലില്ലെങ്കിൽ സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് മാത്രം. കൃത്യമായി അത് വേർതിരിച്ച് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്.